ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന് LDF അംഗമായിരുന്ന പവിത്രൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. KD സലി, രതി ബാബു, PD സജീവൻ, NM അജേഷ് എന്നിവരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. ജൂലൈ 30-നാണ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF അംഗമായിരുന്ന AA പവിത്രന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥിയായി KD സലിയെ സംബന്ധിച്ച് സലി ഈ പ്രദേശത്തെ നല്ലൊരു പൊതുപ്രവർത്തകനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്ന് മാത്രമല്ല അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ ആളുകളുടെ ഇടയിലും ഒരു നിറഞ്ഞു നിൽക്കുന്ന മുഖമായതുകൊണ്ട് തീർച്ചയായും വിജയം ഞങ്ങളുടെ കൂടെ തന്നെയാണെന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. LDF സ്ഥാനാർത്ഥിയായി രതി ബാബു, ഈ വാർഡിനാകെ സുപരിധിയായിട്ടുള്ള ഈ വാർഡിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി, മറ്റെല്ലാ സ്ഥാനാർത്ഥികളും വാർഡിന് പുറമേ നിന്നായിരിക്കുമ്പോൾ ഈ വാർഡിന് എല്ലാ സ്പന്ദനവും അറിയാൻ സാധിക്കുന്ന, ഈ വാർഡിലെ എല്ലാ വീടുകളുമായി ഹൃദയബന്ധമുള്ള, സേവന സന്നദ്ധതയുള്ള മികച്ച സ്ഥാനാർത്ഥികളുടെ നിലയിൽ രതി ബാബു വളരെ മുന്നിലാണ് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ. NDA സ്ഥാനാർത്ഥിയായി PD സജീവൻ, SDPI സ്ഥാനാർത്ഥിയായി NM അജേഷ് എന്നിവരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തവണ 116 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി AA പവിത്രൻ വിജയിച്ചത്. LDF 539, UDF 423, SDPI 131, NDA 85 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില. ആകെ 1719 വോട്ടർമാരിൽ 891 പുരുഷന്മാരും 828 സ്ത്രീകളുമാണുള്ളത്. 1ാം നമ്പർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ താന്നിപ്പാടം അംഗൻവാടിയും 2ാം ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ മന്നം ഇസ്ലാമിക് സ്കൂളിലുമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.